ഹലോ കൂട്ടുകാരെ, ബിരിയാണികളിൽ ഫേമസ് ആയ ഹൈദരാബാദി ബിരിയാണി വളരെ ടേസ്റ്റിയാണ് അല്ലേ? ആരെങ്കിലും കഴിക്കാത്തവരുണ്ടോ? വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഹൈദരാബാദി ബിരിയാണി തയ്യാറാക്കാൻ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ബിരിയാണി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് വെക്കണം. ആദ്യം ഇതിന് ഒരു അരമണിക്കൂർ നമ്മൾ ബസ്മതി റൈസ് അരമണിക്കൂർ നമ്മൾ കുതിരാൻ വേണ്ടി വെക്കണം. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ സവാള. ഞാനിവിടെ ഒരു 4 സവാള വറുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വറുത്ത് ഒരു ഗോൾഡൻ നിറം ആകുന്നിടം വരെ എടുത്തിട്ട് മാറ്റി അത് വയ്ക്കാം. നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചിക്കൻ എടുത്ത് വയ്ക്കുക. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുക, വലിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ വേണ്ടത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ സവാള. അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി മൊത്തം നമുക്ക് അതിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്, പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി. അത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. ഇതിൻ്റെ അളവുകളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. പിന്നെ വേണ്ടത് നമ്മുടെ ഏലക്ക, പട്ട, പിന്നെ നമ്മുടെ ഇലയുണ്ടല്ലോ, നമ്മുടെ ബിരിയാണി ഇല, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് പച്ചയായിട്ട് ഇതാണെങ്കിലും ഉണങ്ങിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ എൻ്റെ വീട്ടിൽ പച്ചയായിട്ടുള്ളതുകൊണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ആവശ്യത്തിന് ഇതിനകത്ത് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ആ അരപ്പും തൈരും എല്ലാം നല്ലതുപോലെ ചിക്കനിലൊന്ന് മിക്സായിട്ട് വരണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം മിക്സായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി പുതിന ഇലയും ഒരു പിടി മല്ലിയില, ഒരു പിടി വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ മതി, മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം അതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞതാണ്, ഒരു നാരങ്ങ പിഴിഞ്ഞതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് നല്ലപോലെ തിരുമ്മി നമ്മുടെ മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഒക്കെ നല്ല ഒരു ഫ്ലേവർ ഇറങ്ങുന്ന രീതിയിൽ നല്ലതുപോലെ തിരുമ്മി ഒന്നും കൂടെ മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ഈ മസാല ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെക്കണം. നല്ലതുപോലെ ഈ മസാല അരമണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ച് നല്ലപോലെ പിടിച്ച് കിട്ടണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചോറ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അരമണിക്കൂർ നല്ലപോലെ വെള്ളത്തിൽ കുതിർത്തത് നല്ലപോലെ കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് 2 ലിറ്റർ വെള്ളം ഒരു പാത്രത്തിൽ ചൂടാക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതെല്ലാം കൂടി, പിന്നെ നമ്മുടെ ബിരിയാണിയുടെ ഇല, സർവ്വസുഗന്ധിയുടെ ഇല, അതെല്ലാം കൂടി ചേർത്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം. ഈ ബിരിയാണി റൈസൊക്കെ എത്രയുണ്ടെന്ന് ഞാൻ കറക്റ്റായിട്ട് ബോക്സിലിട്ടേക്കാം കേട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അതിനുശേഷം അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഇതൊന്ന് ഒരു 70% ചോറ് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. നമ്മൾ ഈ ഹൈദരാബാദി ബിരിയാണി തയ്യാറാക്കുമ്പം ശരിക്കും നീളത്തിലുള്ള ബസ്മതി റൈസ് തന്നെ എടുക്കുക, എന്നാൽ മാത്രമേ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ ജീരകശാല അരിയൊന്നും ഇതിന് കറക്റ്റായിട്ട് ശരിയാവത്തില്ല. അപ്പോൾ ഇതുപോലെ ഒരു 70% നമ്മുടെ ചോറ് വെന്താൽ മതി. അതിനുശേഷം നമ്മൾ ആ മസാലകളെല്ലാം കൂടി ചേർത്ത് തന്നെ നമ്മൾ കോരി മാറ്റി വയ്ക്കുക, വെള്ളം വാലാൻ വേണ്ടി മാറ്റി വയ്ക്കുക. പിന്നെ നല്ലൊരു ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ അരമണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന അരപ്പെടുത്തിട്ട് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ അരപ്പ് വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പം ഇത് അടി പിടിക്കത്തൊന്നുമില്ല. അതിനകത്ത് ആ ചിക്കനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വരും. എന്നാലും ഒരു ഫ്ലേവറിന് വേണ്ടിയും അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയും നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ അരപ്പെല്ലാം നമ്മുടെ പാത്രത്തിലൊന്ന് പരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കുക. ഒരു 70% ചോറ് വേഗമാവുള്ളൂ, അതൊന്ന് ശ്രദ്ധിക്കുക. അത് നല്ലതുപോലെ മേളിലും ഇതൊക്കെ മൊത്തം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള വറുത്തതുണ്ടല്ലോ, അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു കളറിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ കുങ്കുമപ്പൂ പാലിനകത്ത് കലക്കി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയാണ് ഒരു ഭംഗിക്ക് വേണ്ടി. ആ ചോറിൻ്റെ കളർ കറക്റ്റ് ഹൈദരാബാദി ബിരിയാണിക്ക് ചോറിൻ്റെ 2 കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യ് മേളിൽ തൂവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു ഇല വയ്ക്കുക. ഇല വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഒരു ടിഷ്യൂ പേപ്പർ വെച്ചാലും മതി. കിച്ചൺ ടിഷ്യൂ പേപ്പർ കിട്ടുമല്ലോ, അത് അല്ലാന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ. ഇത് ഏതെങ്കിലും ഒന്ന്, ഫോയിൽ പേപ്പറും ടിഷ്യൂ പേപ്പറും ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഇല ഇല്ലാത്തവരുണ്ടാവത്തില്ലല്ലോ അല്ലേ. അപ്പോൾ ഇല വെച്ചതിന് ശേഷം നല്ലതുപോലെ അടച്ച് വെച്ച് ഇതുപോലെ ഒരു ഗ്യാപ്പ് പോലും ഉണ്ടാവരുത്, ഒരു എയർ പോലും പുറത്തോട്ട് പോകാത്ത രീതിയിൽ നല്ലപോലെ അടപ്പ് വെച്ചതിന് ശേഷം അതിൻ്റെ പൊക്കത്ത് നല്ല വെയിറ്റ് ഉള്ളൊരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 8 മിനിറ്റ് ഒരു 8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ നല്ലതുപോലെ ഒന്ന് വേവിക്കുക. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 9-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്, നല്ല ഒരു ഫ്ലേവറും മണവും വരും. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അടിയിൽ ഇങ്ങനെ നോക്കുക വെള്ളമൊക്കെ വറ്റിട്ടുണ്ടോ. കറക്റ്റ് സമയമാണ് ഞാൻ പറഞ്ഞത്. 8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഏത് ബിരിയാണി തയ്യാറാക്കുവാണെങ്കിലും ഉടനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 15 മിനിറ്റ് നമ്മൾ ഇതുപോലെ അതേപോലെ തന്നെ ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോഴത്തേക്കും ആ ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ചോറിലോട്ടൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. നമുക്കിതൊരു 15 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം എടുക്കാം. ഇതുപോലെ ചെറിയതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഇതായിട്ടിരിക്കും. ഓരോ ചോറും ഒട്ടാതെ വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഹൈദരാബാദി ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം ബിരിയാണി കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയാമോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളല്ലേ, ശരിക്കും പറഞ്ഞാൽ ഏറ്റവും എനിക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് ഹൈദരാബാദി ബിരിയാണി തയ്യാറാക്കാനായിട്ടാണ്. നമ്മൾ വളരെ ടേസ്റ്റിയാണ്. ഹൈദരാബാദി ബിരിയാണി ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ബിരിയാണികളിൽ ഫേമസ് ആയിട്ടുള്ള ഹൈദരാബാദി ബിരിയാണി നമ്മുടെ വീട്ടിൽ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.